ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കുവാൻ വഴിയൊരുങ്ങുന്നു. ഗാസ മുനമ്പിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നൽകിയ നിർദ്ദേശത്തെ UN സുരക്ഷാ കൗൺസിൽ പിന്തുണച്ചിരിക്കുകയാണ്. 8 മാസം നീണ്ടു നിൽക്കുന്ന യുദ്ധം അവസാനിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കരാർ അംഗീകരിക്കണമെന്ന് ഹമാസിനോട് UN ആവശ്യപ്പെടുകയും ചെയ്തു. US തയ്യാറാക്കിയ പ്രമേയം അംഗീകരിച്ചതിനെ ഹമാസ് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും ചെറുത്തുനിൽപ്പിനും അനുസൃതമായ പദ്ധതിയുടെ തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് മധ്യസ്ഥരുമായി സഹകരിക്കുവാൻ തയ്യാറാണെന്ന് ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം റഷ്യ UN വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. ബാക്കിയുള്ള 14 സെക്യൂരിറ്റി കൗൺസിൽ അംഗങ്ങളാണ് പ്രമേയത്തെ അനുകൂലിച്ചത്. ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് എന്ന് ബൈഡൻ വിശേഷിപ്പിച്ച വെടിനിർത്തൽ വ്യവസ്ഥയെ മറ്റെല്ലാവരും പിന്തുണയ്ക്കുകയായിരുന്നു. സമാധാനത്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്തതെന്ന് UNലെ US അംബാസഡർ ലിൻഡ തോമസ് ഗ്രീൻഫീൽഡ് വോട്ടെടുപ്പിന് ശേഷം കൗൺസിലിൽ പറഞ്ഞു. പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നതാണ് പ്രമേയം. കൗൺസിലിലെ ഏക അറബ് അംഗമായ അൾജീരിയയും പ്രമേയത്തെ പിന്തുണച്ചു. ഇതുവഴി ഉടനടിയുള്ളതും ശാശ്വതവുമായ വെടിനിർത്തലിലേക്കുള്ള ഒരു ചുവടുവെപ്പിനെ പ്രതിനിധീകരിക്കാൻ കഴിയുമെന്ന് തങ്ങൾ വിശ്വസിക്കുന്നുവെന്നാണ് അൾജീരിയയുടെ UN അംബാസഡർ അമർ ബെൻ ജാമ കൗൺസിലിൽ പറഞ്ഞത്. ഫലസ്തീനികൾക്ക് ഇത് പ്രതീക്ഷ നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. അതേസമയം കരാറിൽ അവ്യക്തതയുള്ളതുകൊണ്ടാണ് ഒപ്പുവെക്കാത്തത് എന്നാണ് റഷ്യയുടെ പ്രതികരണം. ഇസ്രായേൽ UN അംബാസഡർ ഗിലാഡ് എർദാൻ വോട്ടെടുപ്പിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും കൗൺസിലിനെ അഭിസംബോധന ചെയ്തില്ല. എന്നാൽ ഗാസയിലെ ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങൾ എല്ലായ്പ്പോഴും വ്യക്തമായിരുന്നുവെന്ന് മുതിർന്ന ഇസ്രായേലി UN നയതന്ത്രജ്ഞൻ റൂട്ട് ഷാപ്പിൻ ബെൻ നഫ്താലി പറയുകയും ചെയ്തു. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക, ഹമാസിന്റെ സൈനിക ഭരണശേഷി നശിപ്പിക്കുക, ഭാവിയിൽ ഗാസ ഇസ്രായേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കുക എന്നിവയാണ് ഇസ്രായേലിന്റെ വ്യവസ്ഥകൾ. ഹമാസ് ബന്ദികളാക്കിയ എല്ലാവരെയും നിരുപാധികം മോചിപ്പിക്കണമെന്നും വെടിനിർത്തൽ വേണമെന്നും മാർച്ചിൽ കൗൺസിൽ ആവശ്യപ്പെട്ടിരുന്നു. US, ഈജിപ്ത്, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചർച്ചകൾ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കുവാൻ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് തന്നെ മാസങ്ങളായി. ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിന് പിന്നാലെയാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ഇസ്രായേൽ കണക്കുകൾ പ്രകാരം ഒക്ടോബർ 7-ന് 1200-ലധികം ആളുകൾ കൊല ചെയ്യപ്പെടുകയും 250-ലധികം പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. 100-ലധികം ബന്ദികൾ ഗാസയിൽ ബന്ദികളാക്കപ്പെട്ടതായി കരുതപ്പെടുന്നു. ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ 37,000-ലധികം പേർ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു.